പലസ്തീൻ പ്രേമം തുടർന്ന് CPM പാർട്ടി കോൺഗ്രസിൽ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പ്രതിനിധികൾ കഫിയ ധരിച്ചെത്തിയ പ്രതിനിധികൾ മുദ്രാവാക്യം വിളിച്ചാണ് പിന്തുണ അറിയിച്ചത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പും വേണ്ടെന്നും പ്രമേയം അവതരിപ്പിച്ചു. വിവരങ്ങളുമായി സുധീഷ് ഗോപാലുണ്ട്. സുധീഷ്, എന്തൊക്കെയാണ് ഈ പാർട്ടി കോൺഗ്രസിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? മധുരയിൽ നടക്കുന്ന CPM 24ാം പാർട്ടി കോൺഗ്രസിലാണ് പാലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമ്മേളനം രംഗത്തെത്തിയത്. സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിക്കുക, അതിന് പിന്നാലെ കഫിയ ധരിച്ചെത്തിയ പ്രതിനിധികൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇതിന് എല്ലാവിധ ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുകയായിരുന്നു. ഈ രീതിയിലുള്ള സമീപനം ഇത്തരം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ പരാജയത്തിന് പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ കാരണമായെന്നുവരെ പാർട്ടി വിലയിരുത്തിയിരുന്നു. എന്നാൽ അതിനുശേഷവും പാർട്ടി തിരുത്താൻ തയ്യാറായിട്ടില്ല. പാലസ്തീൻ ഐക്യദാർഢ്യവുമായി മുന്നോട്ട് പോകുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് പാർട്ടി കോൺഗ്രസിലെ ഇപ്പോഴുള്ള ഈ പ്രമേയ അവതരണവും. അതോടൊപ്പം തന്നെ കഫിയ ധരിച്ചുള്ള ഈ മുദ്രാവാക്യം അടക്കമുള്ള പാലസ്തീന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കൽ. പാലസ്തീൻ ജനതയുടെ ഒരു അംഗവസ്ത്രം എന്ന നിലയ്ക്കാണ് കഫിയ അത്തരം ഒരു ഷോൾ അത് പുതച്ചുകൊണ്ടായിരുന്നു പ്രതിനിധികളെല്ലാം തന്നെ മുദ്രാവാക്യം വിളിച്ചത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു നിലപാട് CPMന്റെ ഭാഗത്തു നിന്നും പാലസ്തീൻ ഐക്യദാർഢ്യ വിഷയത്തിൽ ഉണ്ടാകുന്നു എന്നത് തന്നെയാണ് കാണേണ്ടത്. ഇത് വലിയ രീതിയിൽ ഇന്ത്യയിലെ അടക്കം അല്ലെങ്കിൽ കേരളത്തിലടക്കം സാമുദായികമായ ഒരു ഭിന്നിപ്പ് ചിന്ത അത് പാർട്ടിക്ക് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കി എന്ന വിലയിരുത്തൽ തൃശ്ശൂരിലെ പരാജയത്തിനടക്കം ഇത്തരം നിലപാടുകളും പാർട്ടിക്ക് തിരിച്ചടിയായില്ല, മുന്നണിക്ക് തിരിച്ചടിയായെന്ന് വിലയിരുത്തപ്പെടുമ്പോൾ തന്നെയാണ് CPM 24ാം പാർട്ടി കോൺഗ്രസിൽ ഇതേ സമീപനം തുടരുന്നത്. ശ്രീ സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. മധുരയിൽ നടക്കുന്ന 24ാമത് പാർട്ടി കോൺഗ്രസിലും CPMന്റെ പലസ്തീൻ ഐക്യദാർഢ്യം തുടരുകയാണ്.